നമസ്കാരം. സുഭദ്രാഹരണം കഥകളിയിലെ അർജുനനും സുഭദ്രയുമായുള്ള ശൃംഗാര പ്രധാനമായ രംഗത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. വിവാഹത്തിന് ശേഷം അർജുനൻ ശ്രീകൃഷ്ണൻ്റെ അടുക്കൽ ചെന്ന് താൻ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുകയും അതിന് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം സുഭദ്രയുടെ അടുത്തെത്തി സുഭദ്രയുമായുള്ള ഒരു ശൃംഗാര പദമാണ് പ്രധാനമായും ഈ രംഗത്തിലുള്ളത്. രംഗം തുടങ്ങുന്നത് ശ്ലോകത്തിന് ശേഷം തിരശീല മാറ്റുമ്പോൾ സുഭദ്രയെ ആലിംഗനം ചെയ്തുകൊണ്ട് അർജുനൻ പ്രവേശിക്കുന്നു. പ്രവേശം ഒരു പതിഞ്ഞ കിടതകതീന്താം ഓടുകൂടിയാണ്. അങ്ങനെ പ്രവേശിക്കുന്ന അർജുനൻ സുഭദ്രയെ ഇടതുവശത്തേക്ക് മാറ്റി നിർത്തി കഞ്ചദള ലോചനെ എന്ന് തുടങ്ങുന്ന പദത്തിൻ്റെ അഭിനയം ആരംഭിക്കുന്നു. ഈ പദത്തിനുള്ള ഒരു പ്രത്യേകത കല്ലുവഴി സമ്പ്രദായത്തിൽ പ്രത്യേകിച്ചും ചമ്പ 40 അല്ലെങ്കിൽ പതിഞ്ഞ കാലത്തിലുള്ള ചമ്പ താളത്തിലുള്ള ഏക പദമാണ് കഞ്ചദള ലോചന എന്നുള്ള ഈ ശൃംഗാരപദം. ഇതല്ലാതെ പിന്നെ ചമ്പ പതിഞ്ഞ കാലത്തിൽ വരുന്നത് നവഭവ എന്ന് പറയുന്ന മേളപ്പദത്തിൽ പാടുന്ന ഭാഗമാണ്. എന്നാൽ തെക്കൻ സമ്പ്രദായത്തിൽ കംസവധത്തിലെ ശ്രീകൃഷ്ണൻ്റെ ശൃംഗാരപദവും അതുപോലെ തന്നെ തെക്കൻ രാജസൂയത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു ശൃംഗാരപദമുണ്ട്. ഇത് പൊതുവേ അരങ്ങിൽ പതിവില്ല. തെക്കൻ രാജസൂയം കളിക്കുമ്പോഴും ഈ രംഗം ഉണ്ടാവാറില്ല. അവിടെ പതിഞ്ഞ ചമ്പയിൽ 40 2 പദങ്ങൾ ചിട്ട ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷെ അരങ്ങിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഞാനത് കണ്ടത് ഒരിക്കൽ കലാമണ്ഡലിൻ്റെ തെക്കൻകളരിയുടെ ആചാര്യനായ കലാമണ്ഡലൻ രാജശേഖരൻ ഒരു ചൊല്ലിയാട്ടമായിട്ട് ഈ ഭാഗം അവതരിപ്പിച്ച ഒരു സമയത്താണ്. അതിലൊരു ചമ്പ 40 ഒരു കേകിയും ഉണ്ട്. അദ്ദേഹം തന്നെ ആണത് ഈ ഇടയ്ക്ക് അത് വീണ്ടും ചിട്ടപ്പെടുത്തി. അദ്ദേഹം തന്നെ അത് ഗുരുചെങ്ങന്നൂർ അനുസ്മരണത്തിന് ഒരിക്കൽ ചെങ്ങന്നൂർ വെച്ചിട്ട് അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു കഥകളി അരങ്ങിൽ വേഷത്തോടു കൂടി ഞാൻ ഈ പദങ്ങൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ള ചമ്പ 40 അങ്ങനെ വേഷത്തോടു കൂടി അരങ്ങിൽ പതിവായി കണ്ടിട്ടുള്ള ഒരെണ്ണം സുഭദ്രാഹരണത്തിലെ ഈ അർജുനൻ്റെ പദമായിട്ടുള്ള കഞ്ചദള ലോചന എന്നുള്ളത്. പതിഞ്ഞ പദങ്ങൾ പോലെ തന്നെ ആദ്യത്തെ 4 താളവട്ടം നോക്കിക്കാണലാണ്. ഇടതുവശത്ത് നിൽക്കുന്ന സുഭദ്രയെ അർജുനൻ നോക്കിക്കാണുന്നു. ആദ്യത്തെ താളവട്ടത്തിൽ മുഖം നോക്കിക്കണ്ട് സന്തോഷിച്ച്, രണ്ടാമത്തെ താളവട്ടത്തിൽ സ്തനങ്ങൾ രണ്ടും വെവ്വേറെ കണ്ട് കാമം നടിച്ച്, മൂന്നാമത്തെ താളവട്ടത്തിൽ കാലുകൾ നോക്കി സന്തോഷം ഭാവിച്ച്, നാലാമത്തെ താളവട്ടത്തിൽ തിരികെ മുകളിലേക്ക് നോക്കി മുഖത്തെത്തി മുഖം കണ്ട് അനുസരിച്ച് ഇന്ന് 4 താളവട്ടം തീരുന്നതോടുകൂടി കഞ്ചദള ലോചനെ എന്നുള്ള പദത്തിൻ്റെ മുദ്രാഭിനയം തുടങ്ങുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പദങ്ങളൊന്നും തന്നെ വളരെ ഗഹനമായ ആശയങ്ങളോ ധ്വനികളോ ഒന്നും ഉള്ളവയല്ല. വളരെ സിമ്പിളായിട്ട് അവതരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആശയത്തിൻ്റെ ഗഹനത കുറച്ച് ലളിതമായ ആശയങ്ങളാണ് പൊതുവെ കഥകളിയിൽ എപ്പോഴും പദങ്ങൾക്കൊക്കെ സ്വീകരിക്കുന്നത്. നളചരിതമൊക്കെയാണ് അതിനൊരു ഒരു ഒരു വ്യത്യാസപ്പെട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കഞ്ചദള ലോചന എന്നുള്ള പദത്തിൻ്റെ സാരം ഒന്ന് പറയാം. വളരെ സിമ്പിളാണ്. താമര ഇതളിനോടൊത്ത കണ്ണുകളോട് കൂടിയവളെ കഞ്ചദള ലോചനെ, മഞ്ജുതര ഭാഷിണി, മധുരതരമായിട്ട് സംസാരിക്കുന്നവളെ, കുഞ്ചര സമാന ഗമനെ,
അതായത് ആന അല്ലെങ്കിൽ ആനക്കുട്ടി നടക്കുന്നത് പോലെ നടക്കുന്നവളെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ആന നടക്കുന്നത് പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ ചിഹ്നമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആന നടക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അത് ബോഡി ഷെയ്മിങ് ആണ് എന്ന് വേണമെങ്കിൽ ആളുകൾ പറയാം. നമ്മളേതായാലും നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് ഈ കഥകളിയുടെ കാര്യത്തിൽ എന്നുള്ളത് കൊണ്ട് കുഞ്ചര സമാന ഗമനെ എന്നുള്ളത് ആന നടക്കുന്നത് പോലെ നടക്കുന്നവളെ എന്നത് സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ അങ്ങനെ താമര ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവളെ, മധുരമായി സംസാരിക്കുന്നവളെ, ആനയെപ്പോലെ നടക്കുന്നവളെ, അല്ലയോ പ്രിയതമേ, ഈ സൗന്ദര്യം കാരണമായിട്ട് എൻ്റെ ശരീരത്തെ കാമൻ പിളർക്കുന്നു. അതാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ ആശയം. അടുത്ത ഒരു ചരണം കൂടി, ഒരു ഭാഗം കൂടി സാധാരണ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സാരം എന്താണെന്ന്, സമൃദ്ധമായ നിൻ്റെ തലമുടി, നിൻ്റെ താമര പോലെയുള്ള മുഖം മറയ്ക്കുന്നതെന്ത്? നിൻ്റെ താമര പോലെ മൃദുവായ പാദങ്ങൾ നോക്കി നിൽക്കുകയാണോ നീ? അല്ലയോ സുന്ദരി, എന്നെ ഒന്ന് നോക്കിയാലും. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ പതിഞ്ഞ പദങ്ങൾ എടുക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു ഘടനയുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാം. ഈ പതിഞ്ഞ പദങ്ങൾക്ക് പൊതുവെ, പതിഞ്ഞ പദങ്ങളുള്ള രംഗങ്ങൾക്ക് പൊതുവെ ഒരു ഘടനയുണ്ട്. വളരെ അപൂർവം 2-3 പദങ്ങളിൽ മാത്രമേ ഈ പതിഞ്ഞ പദങ്ങളുള്ള രംഗങ്ങളിൽ എന്തെങ്കിലും കഥയ്ക്ക് മാറ്റം വരുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ പൊതുവെ ഒരു ശൃംഗാരത്തോടു കൂടി നായകൻ നായികയോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അതിനെ അനുസരിച്ചു കൊണ്ട് അല്ലെങ്കിൽ അതിനോട് യോജിച്ചു കൊണ്ട് നായിക ഒരു മറുപടി പറയുന്നു. അത്രയുമേ സാധാരണ കഥകളിയിലെ ഇങ്ങനെയുള്ള പതിഞ്ഞ പദങ്ങളുള്ള രംഗങ്ങളിലുണ്ടാവാറുള്ളൂ. അതിന് വ്യത്യാസമായി വരുന്നത്, ഒന്ന് കല്യാണ സൗന്ദര്യത്തിലെ പതിഞ്ഞ പദത്തിൻ്റെ മറുപടിയിലാണ് പൂവ് കാണുന്നതും കഥയുടെ ട്വിസ്റ്റ് വരുന്നതും അവിടെയാണ്. അതുപോലെ തന്നെയാണ് കൃമീരവധത്തിലും കാന്താ ചിന്തിക്കിൽ എന്ന് പറയുന്ന പദത്തിലാണ് പുതിയൊരാശയം മുമ്പോട്ട് വെച്ച് ഈ മുനിമാരെ ഞാൻ എങ്ങനെ തൃപ്തിപ്പെടുത്തും, ഈ ബ്രാഹ്മണരെ ഞാൻ അങ്ങനെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തും എന്ന് പാഞ്ചാലി പറഞ്ഞു. ബാക്കിയൊക്കെ പൊതുവെ അങ്ങനെ തന്നെ, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നുള്ള മറുപടികളാണ് വരുന്നത്. ഇവിടെയും അത്ര വ്യത്യാസമൊന്നുമല്ല, ഏതാണ്ട് അതേപോലെ തന്നെയാണ് മറുപടി വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് പതിഞ്ഞ പദങ്ങളുള്ള ഇങ്ങനെയുള്ള രംഗങ്ങളുടെ ഒരു ഘടന പൊതുവെ കത്തിവേഷങ്ങളാണെങ്കിൽ തിരനോക്ക് കാണും, പച്ചവേഷങ്ങളാണെങ്കിൽ അതിനുശേഷമുള്ളതെല്ലാം ഒരുപോലെയാണ്. ഒരു പ്രവേശത്തിന് ശേഷം നോക്കിക്കാണലിന് ശേഷം പദാഭിനയം, ഈ പദത്തിനിടയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആശയമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്കോ വിസ്തരിച്ച് അഭിനയിക്കുക. അതിൽ ഇപ്പം നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കേകി, അത് വിസ്തരിച്ച് അഭിനയിക്കുകയാണ്. അല്ലെങ്കിൽ ചില അങ്ങനെയുള്ള ചില വാക്കുകൾ, അല്ലെങ്കിൽ കരവിംശതി എന്ന് പറഞ്ഞ് നമ്മൾ ബാലവിജയത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചില വാക്കുകൾ വിസ്തരിച്ച് അഭിനയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നീട് അപ്പോൾ ഘടന പറഞ്ഞു പോകാം. അങ്ങനെ വിസ്തരിച്ച് അഭിനയിക്കുന്ന ഭാഗം അവസാനം, പദത്തിൻ്റെ അവസാനമുള്ള ഇരട്ടി, അത് കഴിഞ്ഞിട്ട് മറുപടി പദം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ആട്ടം, പിന്നെ നിഷ്ക്രമണം. ഇതാണ് എല്ലാ അങ്ങനത്തെ പദങ്ങളുടെയും ഒരു പൊതുഘടന. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രവേശമുണ്ട്, കിടനിന്ദമോടുകൂടി പ്രവേശിക്കുന്നു, നോക്കിക്കാണലുണ്ട്, അത് കഴിഞ്ഞിട്ട് ചില ആശയങ്ങൾ ഇവിടെ വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ ആശയപരമായിട്ട് വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലെങ്കിലും ഇതിൽ പറയുന്ന കുഞ്ചര സമാന ഗമനെ,
ആനയെപ്പോലെ നടക്കുന്നവളെ എന്ന ഭാഗം വളരെ വിസ്തരിച്ച് ആന എങ്ങനെയാണ് നടക്കുന്നത്, ആനയുടെ പ്രകൃതം എന്തൊക്കെയാണ്, നടപ്പ് മാത്രമല്ല ആനയുടെ പ്രകൃതം എന്താണ്, ആന ചെവിയായിട്ട് നിൽക്കുന്നത്, ആനയെ വണ്ട് കടിക്കുന്ന ഭാഗം, ആന ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ വളരെ വിസ്തരിച്ച് അഭിനയിച്ചതിന് ശേഷം ആന നടക്കുന്നതും കൂടി കാണിച്ച് അങ്ങനെ നടക്കുന്നവളെ എന്ന് പറയുന്ന ആ കുഞ്ചര സമാനഗമനെ എന്ന ഭാഗം വിസ്തരിച്ച് അഭിനയിക്കും. അതുപോലെ തന്നെയാണ് ഇതിന് ശേഷം രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കാന്തേ നിൻ മുഖാംബുജം എന്തായിരുന്നു ആദ്യ ഭാഗം, എനിക്ക് ഇത് സാഹിത്യം മറന്നുപോയി. നിൻ്റെ തലമുടി കൊണ്ട് നീ നിൻ്റെ മുഖം എന്തിനാണ് മറയ്ക്കുന്നത്, നിൻ്റെ സമൃദ്ധമായ തലമുടി കൊണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് തലമുടി വർണ്ണിക്കുന്നുണ്ട്. ആ തലമുടിയുടെ, അതായത് പണ്ടത്തെ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് സുന്ദരമായ തലമുടി എന്ന് പറഞ്ഞാൽ നീണ്ടതും ചുരുണ്ടതും ഇരുണ്ടതും ആയ തലമുടിയാണ്. അപ്പോൾ അതിൻ്റെ നീളം, ഇരുളെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറുപ്പ്, ഇത് മൂന്നും വിസ്തരിച്ചുകൊണ്ട് തലമുടി വിസ്തരിച്ച് അഭിനയിക്കുന്നതും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആശയം. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ വിസ്തരിക്കാറുണ്ട്. വിസ്തരിച്ചതിന് ശേഷം അവസാനം ഒരു കലാശവും കലാശത്തോടൊപ്പം പതിവുള്ള ഇരട്ടിയും. 5 താളവട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ ഇരട്ടി ചമ്പയിൽ. ആ ഇരട്ടിക്ക് ശേഷം തിരിച്ച് മുല്ലസായക തുല്യ എന്ന് പറയുന്ന സുഭദ്രയുടെ മറുപടി പദം. ഇവിടെയും ഒരു പ്രത്യേകത, ഈ മറുപടി പദം സത്യത്തിൽ ഈ ഒരു രംഗത്തിന് വേണ്ടിയുള്ളതല്ല എന്നാണ് സത്യം. ഇതിന് ശേഷം വിഭൃതുവിനെ തോൽപ്പിച്ച് കഴിഞ്ഞ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി, ദ്വാരകയിൽ നിന്ന് പുറത്തിറങ്ങി വിഭൃതുവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതിന് ശേഷം ഉള്ള ഒരു പദമാണ് ഉല്ലസായക തുല്യ എന്നുള്ളത്. അത് ഇവിടെ ചേർത്ത് വച്ചിരിക്കുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് കോട്ടയ്ക്കൽ സമ്പ്രദായത്തിൽ ഇപ്പോഴും ഈ പദത്തിനൊരു മറുപടി പദം ഇല്ല എന്നുള്ളതാണ്. അത് ഇതെടുത്ത് ആടാറില്ല ഇവിടെ. ഏതായാലും മുല്ലസായക തുല്യ, നമ്മൾ സാധാരണ കാണുന്ന മുല്ലസായക തുല്യ എന്നുള്ള ഒരു പദമാണ്. അതായത് അതിൽ പറയുന്നത്, അല്ലയോ കാമദേവന് തുല്യനായിട്ടുള്ളവനെ, നിന്നെ വലിയ വില്ലാളിയാണ് നീ എന്ന് എല്ലാവരും പറയുന്നു, അതാണ് എന്നെ ആകർഷിച്ചത് എന്നുള്ള രീതിയിൽ. അവിടെ ഗോപിയാശാൻ വളരെ തമാശ രൂപത്തിൽ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടുള്ള സ്നേഹം മാത്രമേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുന്ന കുസൃതി ചോദ്യങ്ങളൊക്കെ ആശാൻ ചോദിക്കുമായിരുന്നു. ഏതായാലും ആ മറുപടി പദം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസിഡൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മറുപടി പദമാണ്. പ്രത്യേകിച്ച് അത് കഥയിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതിന് ശേഷം ഒരു ആട്ടം ഉണ്ട്. ആ ആട്ടം പൊതുവേ ഒരു സൗന്ദര്യ വർണ്ണന ആണ് വരുന്നത്. ഇവിടെ പൊതുവേ ആടുന്ന ആട്ടം എന്ന് പറയുന്നത് ഇയം ഗേഹേ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ആടുന്നത്. അത് തന്നെ ആടണം എന്നില്ല, ഓരോരുത്തരും മാറ്റി മാറ്റിയൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലും പൊതുവേ ഇവിടെ ആടുന്നത് ഇയം ഗേഹേ ലക്ഷ്മിയുടെ അർത്ഥമാണ്. അത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയം ഗേഹലക്ഷ്മിയുടെ അർത്ഥം പറയുന്നത് ഇവൾ ഈ വീടിൻ്റെ വിളക്ക്, ഈ വീടിൻ്റെ ലക്ഷ്മി ആകുന്നു, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഐശ്വര്യമാകുന്നു. ഇവളെ ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്, ഇവളുടെ കൈകൾ, ഇവളുടെ സ്പർശനം ചന്ദനം പുരട്ടുന്നത് പോലെ തണുപ്പ് നൽകുന്നു. ഇവളുടെ ഈ കൈകൾ എൻ്റെ കഴുത്തിനെ ആലിംഗനം ചെയ്യുന്നത് മുത്തുമാല പോലെയാണ്. എന്നാൽ എനിക്ക് ഇവളിൽ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, അത് ഇവളെ പിരിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഏകദേശ അർത്ഥം വരുന്നത്. കൃത്യമായ അർത്ഥം ഓർക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ 3-4 കാര്യങ്ങളാണ്. അതായത് ഈ വീടിൻ്റെ
ലക്ഷ്മീദേവിയാകുന്നു, ഈ ഈ ഗേഹത്തിൻ്റെ ലക്ഷ്മീദേവിയാകുന്നു. ഇവളുടെ സ്പർശം എനിക്ക് ചന്ദനം പുരട്ടുന്നത് പോലെ തണുപ്പ് നൽകുന്നു. ഇവളുടെ കൈകൾ മുത്തുമാല പോലെ എൻ്റെ കഴുത്തിൽ ചുറ്റുന്നു. എന്നാൽ ഇവളിൽ എനിക്ക് ഇഷ്ടമല്ലാതുള്ളത് ഒന്നുകൂടി ഉണ്ടെന്ന് തോന്നുന്നത്. ഇവളിൽ എനിക്ക് ഇഷ്ടമല്ലാതുള്ളത് ഒന്നേ ഉള്ളൂ, അത് ഇവളെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത്. ഏതായാലും അതിനുശേഷം ഇനി നമുക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാം എന്ന് പറയുന്നു. ഒരു രഥം വരുന്ന ശബ്ദം കേൾക്കുന്നു. രഥം വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ അതാ നമുക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാനുള്ള രഥം ഇതാ എത്തിക്കഴിഞ്ഞു. എന്നാൽ പെട്ടെന്ന് അർജുനൻ ഓർക്കുന്നു, പക്ഷേ ആര് ഈ രഥം തെളിക്കും? ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരും, അപ്പോൾ ആര് തേര് തെളിക്കും എന്ന് ചോദിക്കുമ്പോൾ സുഭദ്ര പറയും, അത് കുഴപ്പമില്ല, ഞാൻ തേര് തെളിച്ചു കൊള്ളാം. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ സഹോദരനായ ശ്രീകൃഷ്ണൻ അങ്ങയുടെ തേര് തെളിക്കാൻ വേണ്ടി എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന് സുഭദ്ര പറയുന്നു. ഗോപിയാശാൻ അവിടെയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മനോഹരമായ ഒരു ഇതുണ്ട്. ഇത് പറയുമ്പോൾ വലതുവശത്തേക്ക് നോക്കി ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് എല്ലാം മുൻകൂട്ടി കണ്ട് അങ്ങെനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നല്ലോ എന്നുള്ള ആ ഒരു സ്നേഹവും ചാരിതാർത്ഥ്യവും നന്ദിയും ഒക്കെ ബഹുമാനവും ഒക്കെ നിഴലിക്കുന്ന ഒരു ചെറിയ ചിരി ഗോപിയാശാൻ ചെയ്യാറുണ്ടായിരുന്നു. മറ്റു പലരും അത് ചെയ്യാറുണ്ട്, ചിലർ ഒഴിവാക്കാറുണ്ട്. ഏതായാലും അങ്ങനെ പറഞ്ഞതിന് ശേഷം തേര് വന്ന് നിൽക്കുന്നു. സുഭദ്ര തേര് തെളിക്കുന്നു. അർജുനൻ ആ തേരിൽ കയറി പോകുന്നതോടുകൂടി ആ രംഗം അവസാനിക്കുന്നു. ഇതിനോട് ചേർത്ത് ചെറിയൊരു രംഗം കൂടി പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. പിന്നീട് നമ്മൾ അടുത്ത് കാണുന്നത് ഒരു പോരിനുവളി രംഗമാണ്. മനോഹരമായ ഒരു പോരിനുവളിയാണ്. ഇത് നമുക്കൊരു പോരിനുവളി എന്നുള്ളൊരു യുദ്ധത്തിൻ്റെ ഒന്നൊരു ഇത് വരില്ല, കാരണം പോരിനുവളിയോടുകൂടി നമ്മളവിടെ നിർത്തുകയാണ്. അതിന് ശേഷം വരുന്ന യാദവ സൈന്യവുമായിട്ടുള്ള യുദ്ധം ഒരിക്കലും അവതരിപ്പിച്ച് കാണിക്കാറില്ല. തിരശീല മാറ്റുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു തേരിൽ വരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പീഠത്തിൻ്റെ മുകളിൽ അർജുനൻ നിൽക്കുന്നു. സുഭദ്ര താഴെ നിന്നുകൊണ്ട് ചമ്മട്ടിയും കയ്യിൽ പിടിച്ച് തേര് തെളിച്ച് വരുന്നത് പോലെ അർജുനൻ ഒരു വശത്ത് ഒരു വില്ല് കുത്തിപ്പിടിച്ച് മറുകൈയിൽ അമ്പുമായിട്ട് പീഠത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു. അവിടെ നിന്നുകൊണ്ട് അർജുനൻ ഒരു ചെറിയ ആട്ടമുണ്ട്. ഇതാ ദ്വാരക പുരി കാണുന്നു, ഇവിടെ കെട്ടിടങ്ങൾ കാണുന്നു, കിടങ്ങുകൾ കാണുന്നു, ഇതെല്ലാം കാണുന്നു. ദ്വാരക വളരെ മനോഹരം തന്നെ. ഇനി ഇവിടെ നിന്ന് ഇവളെയും കൊണ്ട് പോവുക തന്നെ. എങ്ങനെ പോകും? ഇതാ കാവൽക്കാരെല്ലാം ഇവിടെ എല്ലാം നിൽക്കുന്നു, എങ്ങനെ പോകും? ഇവരെ ഒളിച്ചു പോയാലോ? വേണ്ട, അത് ശരിയാവില്ല. ഈ കന്യകയും കൊണ്ട് ഒളിച്ചു പോകുന്നത് ശരിയല്ല. ഇവരെ യുദ്ധത്തിന് വിളിക്കുക തന്നെ എന്ന് പറഞ്ഞ് പോരിനുവളി ആരംഭിക്കുന്നു. ദ്വാരഭൂമിയിൽ വാഴും വീരരെങ്കിലോ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പോരിനുവളിയാണ്. എനിക്കൊന്ന് സാരംഗമാണെന്ന് തോന്നുന്ന രാഗം. ഏതായാലും മനോഹരമാണത്. ഒരു പ്രത്യേക മൂഡാണതിന്. അതിന് അവസാനത്തെ വരി എന്ന് പറയുന്നത് എന്തായിരുന്നു? കൊണ്ടുപോകുന്നേൻ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അതും മനോഹരമാണ്. അത് എത്ര പറഞ്ഞാലും ശരിയാവില്ല, അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. അങ്ങനെ പോരിന് വിളിച്ച് യാദവ സൈന്യത്തെ യുദ്ധത്തിന് വിളിച്ച്, ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ അവരെ യുദ്ധത്തിന് വിളിച്ച് അതിനുശേഷം ആ രംഗം അവിടെ ഒരു നാലാരട്ടിയോടുകൂടി അവസാനിക്കുന്നു. ഇത്രയുമാണ് ആദ്യ ഭാഗം. 3-4 രംഗങ്ങളിലായിട്ട് പൊതുവെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു ഭാഗം പറയാനുള്ളത്, ഈ വിവാഹത്തിന് ശേഷം ബലഭദ്രർ ദ്വീപിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക്, ശ്രീകൃഷ്ണൻ നേരത്തെ തന്നെ പോന്നല്ലോ, തിരിച്ചു വരുന്ന വഴിക്ക് ബ്രാഹ്മണർ പറഞ്ഞിട്ട്
തൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് ബ്രാഹ്മണർ പറഞ്ഞിട്ട് ക്രോധത്തോടുകൂടി ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് വരുന്നതാണ് അടുത്ത ഒരു ഭാഗം. അത് മറ്റൊരു വീഡിയോയിൽ പറയാം.